ഇത്തവണ നിർബന്ധമായും മാറ്റം ഉണ്ടാകും. UDF തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും. അതിനുവേണ്ടി നേരത്തെ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ച് എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇലക്ഷൻ ചിത്രമൊക്കെ തെളിഞ്ഞു കഴിഞ്ഞു. UDFന്റെ പ്രചരണം ശക്തമായി തുടരുകയാണ്. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മീഡിയയോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെ കാണുന്നു സാർ ഈ ഇലക്ഷൻ? ഈ ഇലക്ഷൻ UDFന് വളരെ അനുകൂലമായ സാഹചര്യത്തിലാണ്. കേരളത്തിലുടനീളം UDFന് അനുകൂലമായ ഒരു തരംഗം തന്നെ ആഞ്ഞടിക്കുകയാണ്. 10 വർഷത്തെ ഇടതുമുന്നണി ഭരണം വിതച്ച വിനാശത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കണം. ജനങ്ങൾ അതിന് തയ്യാറായി നിൽക്കുകയാണ്. പാർട്ടി UDF പ്രവർത്തകരും തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഒരിടത്തും വളരെ കുറച്ച് റിബലേ ഉള്ളൂ. റിബലുകൾ ഇപ്പം തന്നെ നോട്ടീസ് അടിച്ച് പലരും പിന്മാറുകയാണ്. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതുപോലൊരു മുന്നേറ്റം UDF അടുത്ത കാലത്ത് നടത്തിയിട്ടില്ല. ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. ജനങ്ങൾ വർദ്ധിച്ച ആവേശത്തോടെ UDFനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സാർ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പേട്ട വാർഡിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടാക്കനിയായിട്ട് കിടക്കുകയാണ് UDFന്. ഇത്തവണ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ? ഇത്തവണ നിർബന്ധമായും മാറ്റം ഉണ്ടാകും. UDF തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും. അതിനുവേണ്ടി നേരത്തെ സ്ഥാനാർത്ഥികൾ തീരുമാനിച്ച് എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഈ തവണ 48 വർഷത്തെ ദുർഭരണത്തിൽ നിന്ന് ഇത് മോചിതമാകും. ഈ CPMന്റെ മേയർ സ്ഥാനാർത്ഥിയിട്ടൊക്കെ ഉയർത്തി കാണിക്കുന്ന SP ദീപക്കാണ് ഈ പേട്ട വാർഡിൽ നിൽക്കുന്നത്. അപ്പൊ അതിലെന്താ പറയാനുള്ളത്? നമ്മളെ വ്യക്തിപരമായി പറയാം. ഓക്കെ, ഈ ഏറ്റവും വലിയ പ്രചാരണ വിഷയമായിട്ട് UDF കാണിക്കുന്നത് എന്തായിരിക്കും ഇവിടെ? കഴിഞ്ഞ 10 വർഷത്തെ ഇടതുമുന്നണി ഭരണം തന്നെയാണ്. അത് ജനങ്ങൾ അനുഭവിക്കുകയല്ലേ ഈ ദുരിതം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കൊള്ളക്കാർക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റാണ്. അപ്പൊ ജനങ്ങൾ എങ്ങനെ പൊറുക്കും? അതുകൊണ്ട് മതേതര വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ പലപ്പോഴും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ നടപ്പിലാക്കില്ല എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. പക്ഷെ അതിന്റെ പ്രാരംഭഘട്ട നടപടികളൊക്കെ തുടക്കം മുതൽ തന്നെ എടുക്കുകയും ചെയ്യും. വളരെ വിചിത്രമായ നടപടിയാണ്. ലേബർ കോഡ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ തൊഴിലാളികൾക്ക് വേണ്ടിയല്ല. ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞ ശേഷം അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് ഈ ഗവൺമെന്റ് ആണെന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുന്നു. ഗസറ്റ് വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ലേബർ കോഡ് എന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് എന്ന് പറയുന്ന CPM തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുകയാണ്. ഇത് അവരുടെ ഇരട്ടത്താപ്പ് നയമല്ലേ? PM ശ്രീ പദ്ധതിയിൽ നിന്ന് പണമെടുക്കാനുള്ള നടപടി സ്വീകരിച്ചത് ഇവരല്ലേ? അപ്പോൾ CPM BJP അന്തർധാര വളരെ സജീവമാണ്.